So, KEAM 2025 സ്റ്റുഡൻസിന് ഹൗ ടു സെലക്ട് ദ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. സോ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ കാണും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ 4 പോയിന്റ് മനസ്സിൽ വെക്കണം. ഏതൊരു കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനോ അല്ലെങ്കിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരിക്കുക. എസ്പെഷ്യലി നിങ്ങൾ പ്രൈവറ്റ് കോളേജ് അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജിലൊക്കെ പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം ഫീസ് അടച്ചിട്ട് പഠിക്കാൻ പോകണം. അപ്പോൾ ഫീസ് അടച്ച് പഠിക്കാൻ പോകുന്ന കോളേജ് നന്നായിട്ട് അന്വേഷിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, അവിടെ പഠിച്ച കുട്ടീനെ ആദ്യം വിളിക്കുക. അവിടെ പഠിച്ച കുട്ടീനെ വിളിച്ച് ഫുൾ കാര്യങ്ങൾ വൃത്തിക്ക് ചോദിക്കുക. ഒരു കുട്ടീനെ ആക്കണ്ട, 1, 2, 3 കുട്ടികൾ നമ്പർ എങ്ങനെയെങ്കിലും മാക്സിമം ട്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, വിളിക്കുക. എല്ലാവരും നിങ്ങൾ ആ കോളേജിൽ നേരിട്ട് പോകുക. ഇപ്പോൾ വെക്കേഷനൊക്കെയാണ് കോളേജിൽ, നിങ്ങൾക്ക് എന്തായാലും കുറച്ച് കുട്ടികളൊക്കെ അവിടെ നിന്ന് എങ്ങനെയൊക്കെ കാണാനൊക്കെ പറ്റും. അപ്പോൾ അവിടെ കുറിച്ചൊന്ന് അന്വേഷിക്കുക. കാരണം നിങ്ങൾ ഈ ഗൂഗിളിൽ അടിക്കുന്ന ഡീറ്റെയിൽസോ യൂട്യൂബിലൊക്കെ കാണുന്ന ഡീറ്റെയിൽസ് മാത്രം നോക്കിയിട്ട് കാര്യം. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഗവൺമെൻറ് കോളേജുകളുടെ റിവ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ. പ്രൈവറ്റ് കുറച്ച് അറിയുന്ന പ്രൈവറ്റ് ആയിരുന്നു. പ്രൈവറ്റ് ഏത് കോളേജ് എടുത്താലും അതിൻ്റെ ഓരോ വ്യത്യാസമായ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അത് ചില ഗവൺമെൻറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യുക, വിളിച്ച് മനസ്സിലാക്കും. അപ്പോൾ GEC തൃശ്ശൂരൊക്കെ ചോദിച്ചാൽ പക്ക സൂപ്പർ കോളേജാണ്, എനിക്കൊന്നും പറയാനില്ല. ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്, ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ കോളേജിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ചെയ്ത റിവ്യൂ ഇപ്പോഴും കിടക്കുന്നത്. അത് മാറ്റേണ്ട കാര്യം അത് തന്നെയാണ്. അവിടുത്തെ അത്രയും സൂപ്പർ കോളേജാണ്, ഞാൻ പഠിച്ചുകൊണ്ട് പറയണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സീനിയറിനെ എന്തായാലും കോൺടാക്ട് ചെയ്തിരിക്കണം ഒരു കോളേജിൽ പോകുമ്പോൾ. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ ബാക്കി 3 കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അതിൻ്റെ മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ടും ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. എല്ലാവരും വീഡിയോ കാണുന്നത് നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ചെയ്യണം. ഞാൻ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് കൂടും. നമുക്ക് ഒരുപാട് കണ്ടൻറ്റ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റാങ്ക് വന്നു വെച്ചാൽ ഒന്നും ആയിട്ടില്ല, ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളല്ലേ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ 3 ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. സോ കോളേജ് ദോസിൻ്റെ വാട്സപ്പ് ബോട്ട് ഉണ്ട്, അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വെച്ചിട്ട് കോളേജ് ദോസിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിലെത്താം. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കും കാര്യങ്ങളൊക്കെ ഈ റാങ്ക് പ്രെഡിക്ടർ വെച്ച് നോക്കാം. ഒരു കാര്യം വീണ്ടും പറയാം, ദിസ് തിങ്സ് അതേപോലെ തന്നെ ഈ കോളേജ് പ്രെഡിക്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കോളേജും പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഞാൻ വീണ്ടും പറയാം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നോക്കുക. ഇതൊക്കെ ഒരു 80 to 90% മാത്രം അക്യുറസി ഉള്ളൂ, ഒരിക്കലും 100% അക്യുറേറ്റ് അല്ല. സോ ഈ ഇൻട്രസ്റ്റ് ഉള്ളത് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ലിങ്ക് യൂസ്. അപ്പോൾ ഇനി പറയാനുള്ള പ്രധാനപ്പെട്ട 3 പോയിന്റ് എന്തൊക്കെയാണ്. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അത് അവിടെ വെയിറ്റ് ചെയ്യട്ടെ. ക്യാമ്പസ് ലൈഫും ഇൻഫ്രാസ്ട്രക്ചേഴ്സും. ചില കുട്ടികളുണ്ട് ഒരു കോളേജ് അങ്ങോട്ട് കാണാതെടുക്കും, അവിടെ ക്യാമ്പസ് ലൈഫൊന്നും വേണ്ട, എത്ര സ്ട്രിക്റ്റ് ആയാലും അവിടെ പ്ലേസ്മെൻറ്റ് മതി എന്ന് പറഞ്ഞിട്ട് പോകും. പ്ലേസ്മെൻറ്റ് അവിടെ ഉണ്ടല്ലോ എന്നുള്ള മൈൻഡിൽ പോകും. പക്ഷേ അവിടെ പോയിട്ട് പെട്ടിട്ട് സെക്കൻഡ് ഇയർ അതിന് എത്ര പിള്ളേർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാമ്പസ് ലൈഫിന് പ്രാധാന്യം കൊടുക്കും. സീനിയറെ വിളിക്കുമ്പോൾ അവിടെ പ്ലേസ്മെൻറ്റ് മാത്രം ഉണ്ടോ എന്ന് ചോദിക്കാതെ ക്യാമ്പസ് ലൈഫ് എങ്ങനെയുണ്ട്, എനിക്ക് അത്യാവശ്യം ഫ്രീഡം ഒക്കെ ഉണ്ടോ, എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ, നമുക്ക് എപ്പോഴും മനസ്സിലാക്കുന്നത്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കും, ഒരു ജയിൽ പോലത്തെ ഒരു സ്ഥലത്തിനുള്ളിലേക്ക് നമ്മൾ ഇട്ടു. ഇത് നമുക്ക് എന്ത് ചെയ്യുക, കുറേ സാധനങ്ങളും ഫുഡും, ഇപ്പം നിങ്ങളൊക്കെ മെയിൻ സാധനം അൽഫാം, മന്തി, അങ്ങനത്തെ ഒരുപാട് ഞാൻ നാച്ചുറലായിട്ട് സംസാരിക്കണം. ഓക്കെ, ആസ് ആൻ എഞ്ചിനീയർ ഉപരി ഞാൻ നാച്ചുറലായിട്ട് സംസാരിക്കണം. അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ തന്നെ നമുക്ക് വലിയ കാര്യം. കാരണം വെച്ചാൽ നമുക്ക് തുറന്നിട്ട സ്ഥലത്ത് ചോറും സാധാരണ നമ്മൾ കഴിക്കുന്ന നോർമൽ ഫുഡുകളൊക്കെ തരികയാണെങ്കിൽ എന്ന് വെച്ചാൽ വലിയ ഹൈപ്പില്ലാത്ത സാധാരണ ഫുഡ്, ചോറിനെ മോശമാക്കി പറഞ്ഞല്ല, സാധാരണ ഭക്ഷണമൊക്കെ തരികയാണെങ്കിൽ എന്താണ് നമുക്ക് അഡ്വാൻറ്റേജ്, നമുക്ക് ഭയങ്കര ഹാപ്പി. അതേപോലെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാനും വൈബ് ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്ന കോളേജുകൾ സെലക്ട് ചെയ്യാൻ നോക്കുക. NRF റാങ്കിങ് നോക്കേണ്ടവർക്ക് അതൊക്കെ നോക്കുക. അപ്പോൾ കോളേജിൽ നമ്മൾ പഠിക്കാനാണ് പോകുന്നത്, അവിടെ നമ്മൾ അത്യാവശ്യം നമുക്കൊരു ഫ്രീഡും കാര്യങ്ങളും വേണം. അപ്പോൾ അതും മനസ്സിലാക്കുക. കാരണം വെറും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന കുട്ടികളുണ്ടോ എനിക്കറിയില്ല. ഇനിയിപ്പോൾ അങ്ങനത്തെ കുട്ടികളുണ്ട്, അങ്ങനത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് കോളേജുകൾ സെലക്ട് ചെയ്യാം, യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മളിതൊക്കെ നേരത്തെ പറയും, നിങ്ങളുടെ ഡിസിഷൻ എടുക്കും. ചിലപ്പോൾ റോങ് ആണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ എത്രയോ പേര് വിളിക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ ഞാൻ പറയുന്നത് ആലോചിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാം. അപ്പം ക്യാമ്പസ് ലൈഫിന് ചെറിയ പ്രാധാന്യം കൊടുക്കുക, വലിയ പ്രാധാന്യം കൊടുത്തിട്ട് അത്യാവശ്യം കൊടുക്കുക. പിന്നെ പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പണ്ട് 5 വർഷം മുന്നേ അവിടെ ഏറ്റവും ടോപ്പ് കമ്പനി ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ്, ആമസോണൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കാതെ ലാസ്റ്റ് ഇയറിൽ അവിടെ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കാൻ നോക്കുക. കഴിഞ്ഞ വർഷം അവിടെ എത്തുക, അല്ലെങ്കിൽ ഈ അക്കാഡമിക് ഇയറിൽ അല്ലെങ്കിൽ മുമ്പത്തെ അക്കാഡമിക് ഇയർ നിങ്ങളുടെ സീനിയേഴ്സ്, നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഇയറിൽ പാസ് ഔട്ടായ ഒരുപാട് പേരുണ്ടാവും 4th ഇയറിൽ. അവർക്കൊക്കെ എത്ര പ്ലേസ്മെൻറ്റ് കിട്ടി, ഏതൊക്കെ കമ്പനി വന്നു, എത്രയൊക്കെ പാക്കേജ് ഉണ്ട്. ആൻഡ് ഓൾസോ കമ്പ്യൂട്ടർ സയൻസിൽ ഇത്ര പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ട് മെക്കാനിക്കലിലും ഇലക്ട്രിക്കലിലും സിവിലും ECയിലും അതേ പ്ലേസ്മെൻറ്റ് വരുന്നില്ല. അതേപോലെ ഇലക്ട്രിക്കൽ ഇത്ര പ്ലേസ്മെൻറ്റ് വന്നു വെച്ചിട്ട് വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ അതേപോലെ വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പ്ലേസ്മെൻറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് അവിടുത്തെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ അന്വേഷിക്കാം.
ഓക്കെ, പ്ലേസ്മെൻറ്റ് കറണ്ട് ഇയറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് തൊട്ട് മുമ്പത്തെ ഇയർ കൂടുതലും ഫോക്കസ് ചെയ്യുക. മേ ബി നിങ്ങളുടെ ഇയറിൽ കൂടാം കുറേ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പ്ലേസ്മെൻറ്റ് ഈസ് ടോട്ടലി ഡിഫറൻ്റ് ആണ്. ഇൻഡസ്ട്രിയും MNCസും ആ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അതും കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഞാൻ പറയാം ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അതും ഒരു മൈൻഡിൽ വെക്കില്ല. പ്രൈവറ്റൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുക, കാരണം അതൊരു പ്രധാനമുണ്ട്. അതിന് അവസാനം കൊടുക്കുക. അപ്പോൾ ഏറ്റവും കൊടുക്കേണ്ട ഒരു സീനിയറിനെ വിളിച്ച് കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കുക. ക്യാമ്പസ്, ഇൻഫ്രാസ്ട്രക്ചർ, പ്ലേസ്മെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് കറണ്ട് ഇയറിലെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അവിടുത്തെ ലൈഫ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, കംഫർട്ട് സോൺസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അലൂമിനി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും കൂടി ഒരു വീഡിയോ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം, അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഒരു കാര്യം ഞാൻ വീണ്ടും പറയാമെന്ന്, നമ്മൾ കൊളാബറേഷനും പ്രൊമോഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. ഒരുപാട് നമ്മൾ നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ജെന്യൂനായിട്ട് പറയാം, നമ്മൾ ഒരുപാട് വീഡിയോസ് ഇനി വരും. അപ്പോൾ നമ്മളൊരിക്കലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജെന്യൂൻ ആയിട്ടുള്ള കണ്ടൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ടെലിഗ്രാം ഗ്രൂപ്പും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്തോ. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.